ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗാണ്. അതായത് കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി വീഡിയോ ആണിത്. കഴിഞ്ഞ സൺഡേ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പം ഞങ്ങൾ കുറേ സ്ഥലത്തൊക്കെ പോയി, ലുലു മാളിലൊക്കെ പോയി. ഇതെല്ലാം കൂടെ ഒരു വ്ളോഗിൽ തയ്ക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ 2 വ്ളോഗായിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ലുലു മാളിൽ പോയതും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചിടാൻ പറ്റാത്തതുകൊണ്ട് ഇത് സെപ്പറേറ്റ് വീഡിയോ ഇട്ടാണ്. അപ്പോൾ ഇത് വ്ളോഗ് 2 ആണ്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. എല്ലാവർക്കും കണ്ടു നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോഴാണ് ഇടാൻ പറ്റിയത്. അപ്പോൾ ഫസ്റ്റ് ആണ് നമ്മൾ കയറുമ്പം തന്നെ കാട്ടുപോത്തും സിംഹാലം കുരങ്ങനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വലിയ കൂടിലായിരുന്നു ഈ 2 മൂങ്ങേനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് സാധാരണ മൂങ്ങയല്ല, അവിടെ നിന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ എൻട്രി ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. വലിയവർക്ക് മാത്രം 60 രൂപ കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു നീല ടോപ്പും പാൻറ്റും. ഇത് ഞങ്ങൾ മീഷോയിൽ നിന്ന് മേടിച്ചായിരുന്നു. എനിക്കും എൻ്റെ അനിയത്തിക്കും ഒരേപോലെ. ഇവിടെ കാണാൻ ഫുള്ള് ഒരു കാടിൻ്റെ ലുക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു വലിയ കൂടിലായിരുന്നു ഈ ഒരു കഴുകനോ അതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഈ ഒരു കമ്പിയുടെ ഇടയ്ക്ക് കൂടെ ഞാൻ ഫോൺ ഇങ്ങനെ കയറ്റിച്ചെടുത്താണ്. പിന്നെ മുതലുണ്ടായിരുന്നു, മുതലയുടെ എല്ല് വരെ അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ കമ്പിയുടെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ എടുത്താണ്. പിന്നെ ഉണ്ട് ഈ വാഴ പോലെ കുറേ ചെടി, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിങ്ങനെ സൈഡിലൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കാണാനുള്ളത്. ഈ ഒരു വലിയ കൂടിനകത്ത് നിറച്ച് വെള്ള പക്ഷികളായിരുന്നു ഉണ്ടായിരുന്നത്. വെള്ളപ്പക്ഷി എന്ന് വെച്ചാൽ കുറേ ബേർഡ്സും അരയന്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കറക്റ്റ് ഒരു കാടിൻ്റെ ലുക്ക് തന്നെ ഉണ്ടായിരുന്നു. കുറച്ചെണ്ണം നീന്തുന്നുണ്ട്, കുറച്ചെണ്ണം മരത്തിലൊക്കെ കയറി നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ജീവി എന്താണെന്ന് എനിക്കറിയില്ല, അറിയാവുന്നവരൊന്നും കമൻറ്റ് ചെയ്ത് പറയണേ. അത് നല്ല ക്യൂട്ടുണ്ടെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ 2 സെക്ഷനായിട്ട് ഈ ഒരു സ്ഥലത്തൊരു കരടി ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ സൈഡിലും കരടി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു പുഴയുടെ ഇവിടെ നിന്ന് കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു സീനറി കാണാൻ വേണ്ടിയിട്ട് തന്നെ. പിന്നെ ഞങ്ങൾ ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടു. ഇത് ഒരു 1-2 ഉള്ളതെന്നേ വിചാരിച്ചുള്ളൂ. പക്ഷേ കുളത്തിനകത്തൊക്കെ കുറേ മുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അവിടുന്നൊക്കെ ഓരോന്നിങ്ങനെ നടന്നു വരുന്നുണ്ട്. ഫുള്ള് ഒരു 7-8 ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു മാനാണ്, ഒരു സൈസിലുള്ള. ഈ ഒരു മാനിൻ്റെ കൂട്ടം തന്നെ കുറേ ഉണ്ട്. ഇവിടെ മൃഗങ്ങൾ മാത്രമല്ല, പലതരത്തിലുള്ള മരങ്ങളൊക്കെ ഉണ്ട്. മരത്തിലൊക്കെ ഇങ്ങനെ ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പുലീനെ നോക്കാൻ പോയി. പുലിയുടെ നല്ലൊരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് അവിടെ ഇരുന്നപ്പോഴത്തേക്കിന് അത് നോക്കുന്ന ഫോട്ടോ ഒക്കെ ഞാൻ എടുത്തു. പിന്നെ എൻ്റെ പുള്ളിമാനൊക്കെ ഉണ്ട്. ഇവിടെ മാൻ്റെ തന്നെ കുറേ കൂട്ടമുണ്ട്. പിന്നെ ഇവിടെ കണ്ട് ഈ ഒരു പുലിയുടെ കൂടിനകത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. ആ മരത്തിൻ്റെ മണ്ടയിലൊക്കെ ആ പുലി കയറിയിരിക്കുകയാണ്. ആ ഒരു കൂടിനകത്ത് തന്നെ മന്ദാരം എന്ന് പറയുന്നൊരു മരഞ്ഞിപ്പുണ്ടായിരുന്നു. അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ സൈസ് പുലി. പിന്നെ ഇതെന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതെല്ലാം ഈ ഒരു മൃഗങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ മുള്ളമ്പന്നിനെ കണ്ടപ്പോൾ ആദ്യം വെള്ളത്തിൽ എന്തോ പൊങ്ങി കിടക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് മുള്ളമ്പന്നിയാണ്. പിന്നെ ഞങ്ങൾ ബട്ടർഫ്ലൈ പാർക്കിലോട്ടാണ് പോയത്. പ്രത്യേകിച്ച് ബട്ടർഫ്ലൈ ഒന്നും ഇല്ലായിരുന്നു. കുറേ പൂകളും ചെടികളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്നേക്ക് പാർക്കിലേക്കാണ് പോയത്. ഇവിടെ വന്ന് തന്നെ സ്നേക്ക് പാർക്ക് കാണാനാണ്. പലതരത്തിലുള്ള പാമ്പും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ അത് വീഡിയോ ഒന്നും എടുക്കരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം മേടിച്ച് കഴിച്ചു, ബട്ടർ സ്കോച്ച്. പിന്നെ അതൊക്കെ കണ്ട് വെളിയിലിറങ്ങി. ഇതുപോലെ ഗാർഡൻ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ചെടിയൊക്കെ ഇതുപോലെ പല ഷേപ്പിലൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. വീഡിയോ എടുത്താണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.